പെരിയ ഇരട്ട കൊലപാതക കേസിൽ 10 പ്രതികളെ വെറുതെ വിട്ട CBI കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ഒരുങ്ങി കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം. ജനുവരി 3-ന് ശിക്ഷാവിധി വന്നതിന് ശേഷം മേൽക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. നിയമവിദഗ്ധരുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. കുടുംബം തികച്ചും അസംതൃപ്തരായിരുന്നു ഇന്നലത്തെ കോടതി വിധി. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അരുൺ, ഇതിനോടകം തന്നെ ആ നിലപാട് വ്യക്തമാക്കിയതാണ്. ഈ വെറുതെ വിട്ട പ്രതികൾ അങ്ങനെ വെറുതെ വിടേണ്ടവരല്ല എന്ന് കുടുംബത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിയമപോരാട്ടം തുടരുമെന്ന് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം അത് വ്യക്തമാക്കിയതുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ? ഏത് രീതിയിലാണ് കുടുംബം നീങ്ങുക? പ്രജിൻ, ക്രിസ്റ്റീന, എന്തായാലും കുടുംബം നിയമവിദഗ്ധരുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ജനുവരി 3-ന് ശിക്ഷാവിധി വന്നതിന് ശേഷം മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ കുടുംബം അറിയിച്ചിരിക്കുന്നത്. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വവും ജില്ലാ കോൺഗ്രസ് നേതൃത്വവും ഒക്കെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇന്നലെ നമ്മൾ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുമായും സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹവും പറഞ്ഞത് ജനുവരി 3-ന് ശിക്ഷാവിധി വന്നതിന് ശേഷം മേൽക്കോടതിയെ സമീപിക്കും. ഇതിന് കാരണം ഈ 10 പ്രതികൾ, അതായത് കോടതി വെറുതെ വിട്ട 10 പ്രതികൾ അവർ ഈ കൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിന് സാക്ഷികൾ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് അവർക്ക് കൂടി ശിക്ഷ ലഭിക്കണമെന്നൊരു ആവശ്യം കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 14 പേരെയാണ് CBI കോടതി ശിക്ഷിച്ചത്. അതിനു പുറമെ ഈ 10 പേർ കൂടി ഈ കേസിൽ പ്രധാന പങ്ക് വഹിച്ചവരാണ്. അവരെ അങ്ങനെ വെറുതെ വിടാൻ സാധിക്കില്ല എന്ന ഒരു ബോധ്യമാണ് ഇപ്പോൾ ഈ കുടുംബത്തിനുള്ളത്. കുടുംബം ജനുവരി 3-ന് ശേഷം നിയമവിദഗ്ധരുമായി ചർച്ച നടത്തി അതിന് 3-ന് ശേഷം ഈ മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രജിൻ, ക്രിസ്റ്റീന. ശരി, അരുൺ പാറക്കലാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.